Hi all of you, welcome back to lesson 3 in our complete Indian Polity course. So ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മജോറിറ്റീസിനെ കുറിച്ചാണ്. സോ ടൈപ്സ് ഓഫ് മജോറിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അതായത് നമുക്കിടയിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടി ലോസ് ഉണ്ടാക്കാൻ വേണ്ടി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്നു ഇലക്ഷൻസിൻ്റെ അകത്തൂടെ. അതുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെ പാർലമെൻറ്റിലേക്ക് പോകുന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ MP അല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ MPs പാർലമെൻറ്റ് എത്തിക്കഴിയുമ്പം ഡിഫറെൻറ്റ് ലോസ് പാസ്സാക്കുന്ന സമയത്ത് പ്രതിപക്ഷവുമുണ്ട് ഭരണപക്ഷവുമുണ്ടല്ലോ. സോ തീർച്ചയായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. സോ ഒരു പെർട്ടിക്കുലർ ലോ പാസ് ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും വോട്ടിംഗ് ആണ് നടക്കുന്നത്. ഈ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെജോറിറ്റീസ് വേണം പല ടൈപ്സ് ഓഫ് റൂൾസ് പാസ്സാക്കാൻ വേണ്ടി. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആക്ച്വലി ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി 4 ടൈപ്പ് ഓഫ് മെജോറിറ്റീസ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റി ആൻഡ് സ്പെഷ്യൽ മെജോറിറ്റി. ഈ സ്പെഷ്യൽ മെജോറിറ്റിക്കകത്തും ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഓരോ ടൈപ്പ് ഓഫ് മെജോറിറ്റിയും എത്ര വോട്ടാണ് വേണ്ടത്, അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ഫസ്റ്റ് മെജോറിറ്റി ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് absolute majority. Okay, so absolute majority എന്ന് പറയുമ്പോൾ it is defined as more than 50% of the total strength of the house. അതായത് നമ്മുടെ ലോക്സഭയിൽ ഇപ്പം കറൻ്റ്ലി ഉള്ളത് 543 സീറ്റ്സ് ആണ് കറൻ്റ്ലി ലോക്സഭയിൽ ടോട്ടലായിട്ടുള്ളത്. സോ ലോക്സഭയിലോട്ട് ഇലക്ഷൻ നടക്കുവാണെങ്കിൽ ഈ 543 സീറ്റ്സിലോട്ടുള്ള ഇലക്ഷൻ നടക്കും. ഈ 543 സീറ്റ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, MPസിനെ ഫില്ല് ചെയ്യും. സോ അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ 543 എന്ന നമ്പറാണ് സ്ട്രെങ്ത് ഓഫ് ദ ലോക്സഭ എന്ന് പറയുന്നത്, അല്ലേ? സോ in absolute majority, the majority required is 50% of the total strength of the house. അതായത് 543 ആണ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 50%, 543 50% വരുമ്പം 271.5. സോ കുറച്ചും കൂടെ കൂടി നിന്നാൽ 272. 272 MPസിൻ്റെ വോട്ട് കിട്ടിയാൽ മാത്രമേ അത് അബ്സല്യൂട്ട് മെജോറിറ്റി ആവത്തുള്ളൂ ഇൻ ദ കറണ്ട് ലോക്സഭ. ഓക്കെ, സോ സിൻസ് വി ഹാവ് ദിസ് നമ്പർ ആസ് 272, ഈ 272 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും മാറില്ല. കാരണം എന്താണ്, ലോക്സഭയിലെ ഇപ്പോഴത്തെ കറണ്ട് നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് 543 തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ 50% ഇസ് ഓൾവേസ് 272 ആൻഡ് ഹെൻസ് ദിസ് നമ്പർ ഇസ് ഫിക്സ്ഡ്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് അബ്സല്യൂട്ട് മെജോറിറ്റി. റിമെമ്പർ, മോർ ദാൻ 50% ഓഫ് ദി total strength of the house, which is always fixed. Okay, currently it is 543. So during one Lok Sabha election, the total strength of the house will be fixed. See, 543 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ മരിച്ച് ആ സീറ്റ് വേക്കൻ്റ് ആയാലും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ വേക്കൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. എപ്പോഴും ആ കംപ്ലീറ്റ് ടെന്യൂർ ഓഫ് ദ ടൈമിലും എന്ത് തന്നെയായിരിക്കും, 543 തന്നെയായിരിക്കും ആ സീറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഐ മീൻ ടോട്ടൽ സീറ്റ്സിൻ്റെ നമ്പർ എന്ന്. സോ അതിൻ്റെ 50%, ദാറ്റ് ഇസ് 272 വോട്ട്സ് ആയിരിക്കും അബ്സല്യൂട്ട് മെജോറിറ്റിക്ക് വേണ്ട നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത്. ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഇസ് ഓൾസോ ഡിഫൈൻഡ് ആസ് മോർ ദാൻ 50% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡ്. പോൾ ചെയ്തേക്കുന്ന വോട്ടിൻ്റെ അകത്ത് ടോട്ടൽ എത്ര വോട്ട് പോൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മോർ ദാൻ 50%, ദാറ്റ് ഇസ് കോൾഡ് ആസ് അബ്സല്യൂട്ട് മെജോറിറ്റി. സോ ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ഡെഫിനിഷൻ ഓഫ് അബ്സല്യൂട്ട് മെജോറിറ്റി. ഓൾവേസ് റിമെമ്പർ, അബ്സല്യൂട്ട് മെജോറിറ്റി ഇസ് നത്തിങ് ബട്ട് മോർ ദാൻ 50% ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ്. സോ എവിടെയൊക്കെയാണ് നമ്മൾ അബ്സല്യൂട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത്? നോർമലി ഫോർ ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര. സോ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയൊക്കെ ജനങ്ങൾ തന്നെയാണ് ഇലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഡയറക്റ്റായിട്ട് വോട്ട് ചെയ്തിട്ടല്ല ഇലക്ട് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ MPമാരാണ് നമുക്ക് വേണ്ടി നമ്മുടെ വൈസ് പ്രസിഡന്റിനെയും പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. സോ ഡ്യൂറിങ് ദാറ്റ് ടൈം ആ സമയത്ത് ഇത് അബ്സല്യൂട്ട് മെജോറിറ്റിയാണ് വേണ്ടത്. അതായത് ഒരാൾക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ MPമാർ എത്ര MPമാരുണ്ടോ അവർ വോട്ട് ചെയ്ത MPമാരുടെ അറ്റ്ലീസ്റ്റ് 50% എങ്കിലും ടോട്ടൽ വോട്ട്സ് കിട്ടിയിരിക്കണം. Okay, so that is called as absolute majority. So always remember, more than 50% of the strength of the house. So currently it is 272. The number is 272. So that is called as absolute majority. Where is it used? Election of president, vice president, etc. Now we move to the second type of majority, that is called as simple majority. വാക്ക് കേൾക്കുമ്പോഴും തന്നെ അറിയാം, സിമ്പിൾ, കുറച്ച് എളുപ്പമാണ് ഇത് കിട്ടാൻ വേണ്ടി. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് മോർ ദാൻ 50% ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 543 മെമ്പേഴ്സാണ് ലോക്സഭയിലുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ 543 മെമ്പേഴ്സിൻ്റെ അകത്ത് അന്ന് 500 പേരെ വന്നുള്ളൂ, 43 പേര് ലോക്സഭയിൽ വന്നില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 450 പേര് മാത്രമേ വോട്ട് ചെയ്തുള്ളൂ.
50 പേര് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് വോട്ട് ചെയ്തില്ല, ഞങ്ങൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ ഇതിനകത്ത് വോട്ട് ചെയ്യില്ല. അവർ വോട്ട് ചെയ്യാതെ മാറി നിന്നു. സോ ടോട്ടൽ സ്ട്രെങ്ത് 543 അതിൻ്റെ അകത്ത് 500 പേരെ അന്ന് ലോക്സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്തും 50 പേര് വോട്ട് ചെയ്തില്ല എന്ന് വെക്കുക. ഓക്കെ, സോ ടോട്ടൽ എത്ര പേരെ വോട്ട് ചെയ്തുള്ളൂ? 450 പേരെ വോട്ട് ചെയ്തുള്ളൂ. സോ 450ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 50% എന്ന് പറയുന്നത് എത്രയാണ്? 225 അല്ലേ? സോ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന നമ്പർ ഇസ് നത്തിങ് ബട്ട് 225. സോ ഇപ്പോൾ മനസ്സിലായോ? സിമ്പിൾ മെജോറിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ 225 വോട്ട്സ് മതി. അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര വോട്ട് വേണം? 272 വോട്ട്സ് വേണം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. ആരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടോ ആ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ 50%, അത്രയും മതി. അല്ലാതെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50% ആവശ്യമില്ല. ദാറ്റ് ഇസ് കോൾഡ് ആസ് സിമ്പിൾ മെജോറിറ്റി ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഫങ്ഷണൽ മെജോറിറ്റി. ഇതിനെ ഫങ്ഷണൽ മെജോറിറ്റി എന്ന് വിളിക്കാറുണ്ട്. വേറൊന്നും കണ്ടില്ല, ഫങ്ഷണൽ മെജോറിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം നമ്മൾ ലോക്സഭയിൽ പാസ്സാക്കുന്ന പല കാര്യങ്ങൾക്കും ഓൾമോസ്റ്റ് 90% ഓഫ് ദ തിങ്സിനും എന്ത് തന്നെ മതി? സിമ്പിൾ മെജോറിറ്റി തന്നെ മതി. ഓൾമോസ്റ്റ് 90% ഓഫ് ദ തിങ്സ് ക്യാൻ ബി ഡൺ വിത്ത് സിമ്പിൾ മെജോറിറ്റി. Okay, so that is why simple majority is also called as functional majorities. ഇതിൻ്റെ യൂസേജസ് കൊടുത്തിട്ടുണ്ട്. മെജോറിറ്റി ഓഫ് ദ ലെജിസ്ലേറ്റീവ് ബിസിനസ്, എല്ലാ മിക്ക ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഐ മീൻ നടത്താനുള്ള പാർലമെൻറ്റ് നടത്താനുള്ള മൂവ്മെൻറ്റ്സ് ഇതെന്തായിക്കോട്ടെ, എവറിത്തിങ് റിക്വയർസ് ഓൺലി സിമ്പിൾ മെജോറിറ്റി. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇലക്ഷൻ ഓഫ് സ്പീക്കർ. ആദ്യമേ നമ്മൾ ലോക്സഭയെ ഇലക്ട് ചെയ്ത് ലോക്സഭ വന്നു കഴിഞ്ഞാൽ ലോക്സഭയിൽ നിന്നൊരു സ്പീക്കറിനെ നമ്മൾ ഇലക്ട് ചെയ്യും. അതിനെന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി. വോട്ട് ചെയ്യുന്ന ആരൊക്കെയാണോ അവരുടെ 50% വോട്ട്സ് മതി. ഇലക്ഷൻ ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ, passage of confidence motion, no confidence motion. You will study what confidence motion is, non-confidence motion is, adjournment motion. ഇതൊക്കെ എന്താണെന്ന് പഠിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം മോസ്റ്റ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് പർപ്പസിന് എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി. അത് ഓർത്തിരിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് മോർ ദാൻ 50% of the members present and voting. Okay, that is simple majority. So you studied absolute majority, which is more than 50% of the total strength of the house, and simple majority is more than 50% of the members present and voting. Now the third majority is called as effective majority. Okay, third one, it is called as effective majority. So effective majority എന്ന് പറഞ്ഞാൽ, effective എന്ന വാക്ക് ഇവിടെ വന്നേക്കുന്നത് കൊണ്ട് തന്നെ it is more than 50% of the effective strength of the house. ഓർത്തോളാം, സിമ്പിൾ മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി എന്തായിരുന്നു? മോർ ദാൻ 50% ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ് ആയിരുന്നു. എഫക്റ്റീവ് മെജോറിറ്റിയിൽ മോർ ദാൻ 50% ഓഫ് ദ എഫക്റ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ്. എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് സ്ട്രെങ്ത് മൈനസ് വേക്കൻസീസ്. എങ്ങനെയാണ് ഒരു വേക്കൻസി ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു ആദ്യമേ 543 പേരെ നമ്മൾ ലോക്സഭയിലോട്ട് ഇലക്ട് ചെയ്ത് വിടും, പാർലമെൻറ്റിനകത്തോട്ട് ഇലക്ട് ചെയ്ത് വിടുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ അകത്ത് ചിലവർ മരിച്ചു പോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇഫ് ഹീ സെൻറ്റൻസ്ഡ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ട് 2 വർഷത്തിന് മേളിൽ ഏതെങ്കിലും തടവിന് വിധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്തു പോകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 3 പേര് മരിച്ചു പോയി, 5 പേര് അല്ലെ 10 പേര് ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 13 പേര് ഇപ്പം എന്തില്ല? ലോക്സഭയിൽ ഇല്ല. 543 സീറ്റ് ഉണ്ടെങ്കിലും 13 പേരില്ല. അപ്പോൾ ആകെ എത്ര പേരേ ഉള്ളൂ? 530 പേരേ ഉള്ളൂ അല്ലേ? സോ ഈ 530ൻ്റെ 50%, അതായത് ഫോർ എക്സാമ്പിൾ 265 ആണ് നമ്മുടെ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. സോ എഫക്റ്റീവ് സ്ട്രെങ്ത് ഇസ് സ്ട്രെങ്ത് മൈനസ് ഹൗ മെനി സീറ്റ്സ് ആർ വേക്കൻറ്റ്. അതാണ് എഫക്റ്റീവ് സ്ട്രെങ്ത്. ആ എഫക്റ്റീവ് സ്ട്രെങ്തിൻ്റെ 50% ആണ് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് എഫക്റ്റീവ് മെജോറിറ്റി? എവിടെയൊക്കെയാണ് നമ്മൾ എഫക്റ്റീവ് മെജോറിറ്റി യൂസ് ചെയ്യുന്നത്? വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡൻറ്റ്. വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ ഏതായിരുന്നു? അബ്സല്യൂട്ട് മെജോറിറ്റി ആയിരുന്നു. പക്ഷേ റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡൻറ്റ് എന്താണ്? that is dealt in article 67 clause B. 67 clause B നമ്മൾ ഇനി പഠിക്കും, വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ. എനിവേസ് ആ ആർട്ടിക്കിൾ പ്രകാരം ഫോർ റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡന്റ് യു റിക്വയർ എഫക്റ്റീവ് മെജോറിറ്റി. സിമിലർലി റിമൂവൽ ഓഫ് ദ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭ. സ്പീക്കറിനെ ഡെപ്യൂട്ടി സ്പീക്കറിനെ ഇലക്ട് ചെയ്യാൻ സിമ്പിൾ മെജോറിറ്റി മതിയായിരുന്നു, പക്ഷേ അവരെ റിമൂവ് ചെയ്യാൻ എന്ത് വേണം? യു റിക്വയർ എഫക്റ്റീവ് മെജോറിറ്റി. സിമിലർലി റിമൂവൽ ഓഫ് ദ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓഫ് ദി രാജ്യസഭ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണെ റിമൂവ് ചെയ്യാനും എന്താണ്? എഫക്റ്റീവ് മെജോറിറ്റിയാണ് വരുന്നത്. സോ ഇൻ അതർ വേർഡ്സ് ദിസ് ക്യാൻ ബി സെഡ് ആസ് മെജോറിറ്റി ഓഫ് ഓൾ ദ ദെൻ മെമ്പേഴ്സ്. ഓൾ ദ ദെൻ മെമ്പേഴ്സ്, അപ്പോഴുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോഴുള്ള മെമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു 530 മെമ്പേഴ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു 500 പേരെ വോട്ട് ചെയ്തുള്ളൂ എന്ന് വയ്ക്കാം.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് സ്ട്രെങ്തും എഫക്റ്റീവ് മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റി ഓൾമോസ്റ്റ് സെയിം ആവില്ല. അതാണ് എഫക്റ്റീവും സിമ്പിളും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഇഫ് പീപ്പിൾ അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിങ്, അതായത് ആൾക്കാർ വോട്ട് ചെയ്യാതിരുന്നാൽ ദേ വിൽ ബി കൗണ്ടഡ് ആസ് വോട്ടിങ് ഇറ്റ്സെൽഫ്. അവർ വോട്ട് ചെയ്യുന്നതായിട്ട് തന്നെ അവരെ കൗണ്ട് ചെയ്തിട്ട് എന്തെടുക്കത്തുള്ളൂ. അതായത് ഈ 500 എന്ന് പറഞ്ഞതിൻ്റെ പകുതിയല്ല, 225 വേണ്ടത്. ഇപ്പം 530 പേര് അവിടെ ഉണ്ടല്ലോ, സീറ്റിലുണ്ടല്ലോ. അത് മീൻസ് ഡിസ്ക്വാളിഫൈഡ് അല്ലാത്ത 530 മെമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് 30 പേര് വോട്ട് ചെയ്തില്ല എന്നുള്ളത് എൻ്റെ കാര്യമല്ല. എത്ര പേര് വോട്ട് ചെയ്താലും ആ വോട്ട് ചെയ്യുന്നവരിൽ 265 പേരെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഇതിനു വേണ്ടി വോട്ട് ചെയ്തിരിക്കണം. എങ്കിലേ ആ മെജോറിറ്റി കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് ഇൻ സിമ്പിൾ മെജോറിറ്റി ദോസ് ഹു ആർ അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിംഗ്, വോട്ട് ചെയ്യാതിരിക്കുന്നവരെ നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. ബട്ട് എഫക്റ്റീവ് മെജോറിറ്റി ഇതിനകത്ത് വോട്ട് ചെയ്യാതിരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. ദാറ്റ് ഇസ് എഫക്റ്റീവ് മെജോറിറ്റി. സോ മെയിൻലി യൂസേജ് ഇസ് നോർമലി ഫോർ ദ റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്, സ്പീക്കർ ഓഫ് ദ ലോക്സഭ, ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ രാജ്യസഭ, etc. So that is the third type of majority. Now we go on to the fourth type of majority, and that is called as special majority. സോ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് വിളിക്കാൻ കാരണം ഇതൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് തന്നെയാണ്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒരു 4 ഫ്ലേവേഴ്സ് ഉണ്ട്. ഫ്ലേവർ 1, ഫ്ലേവർ 2, ഫ്ലേവർ 3 ആൻഡ് ഫൈനലി ഫ്ലേവർ 4. 4 ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സും സ്പെഷ്യൽ മെജോറിറ്റിക്കകത്തുണ്ട്. അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, സ്പെഷ്യൽ മെജോറിറ്റി ഫ്ലേവർ 1. ആദ്യമേ തന്നെ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കുക. ദിസ് ഈസ് യൂസ്ഡ് ഇൻ ആർട്ടിക്കിൾ 312. സോ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 312 നമ്മൾ ഇനിയും പഠിക്കും. ബട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി പറയാം. ആർട്ടിക്കിൾ 312 എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ഓൾ ഇന്ത്യ സർവീസസ് ഉണ്ട്. ഏതൊക്കെയാണ് നമുക്കുള്ള ഓൾ ഇന്ത്യ സർവീസസ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS അല്ല, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, മനസ്സിലായി, IFOS. ഇത് 3 കറൻ്റ്ലി ഉള്ള ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓൾ ഇന്ത്യ സർവീസിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷേ ഈ ഓൾ ഇന്ത്യ സർവീസിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? സ്റ്റേറ്റിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു IAS ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ UPSC ആണ് സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഞാനിപ്പോൾ കേരള കാഡറിലാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വർക്കിംഗ് ഫോർ കേരള, സ്റ്റേറ്റിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടെന്നിരിക്കട്ടെ, അതായത് ഒരു പുതിയ ഓൾ ഇന്ത്യ സർവീസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ടു ക്രിയേറ്റ് എ ന്യൂ ഓൾ ഇന്ത്യ സർവീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് രാജ്യസഭ, ലോക്സഭ അല്ല, രാജ്യസഭ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനെ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ആ സ്പെഷ്യൽ റെസൊല്യൂഷനെ പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് 2/3 പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് മെജോറിറ്റി. 50% എന്നുള്ള ഗ്യാപ്പ് എടുത്ത് കളഞ്ഞു. എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട്? ഫോർ എക്സാമ്പിൾ 543 പേരുണ്ട്. 543 പേരെന്ന് പറഞ്ഞല്ലോ. 543 പേരിൻ്റെ അകത്ത് 13 പേര് ഡിസ്ക്വാളിഫൈഡ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ 530 പേരുണ്ട്. അതിൻ്റെ അകത്തും 30 പേര് വോട്ട് ചെയ്തില്ല. 500 പേരെ വോട്ട് ചെയ്തുള്ളൂ എന്നിരിക്കട്ടെ. 500 പേരെ വോട്ട് ചെയ്തുള്ളൂ എങ്കിൽ അതിൻ്റെ 2/3 എന്ന് പറയുന്നത് 330. 2/3 is 330. 330 മെമ്പേഴ്സ് എങ്കിലും വോട്ട് ചെയ്താൽ മാത്രമേ ആർട്ടിക്കിൾ 312 ഒരു പെർട്ടിക്കുലർ റെസൊല്യൂഷൻ നമുക്ക് പാസ്സാക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്പെഷ്യൽ മെജോറിറ്റി ഫ്ലേവർ 1 ഇസ് നത്തിങ് ബട്ട് 2/3 പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. ഡിഫറൻസ് എന്താണ്? സിമ്പിൾ മെജോറിറ്റി ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അവിടെ 50% പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ആയിരുന്നു. ഇവിടെ 2/3, 3/2 who all are present and voting, they should vote in favor to get this majority. And what is it used for? For creating a new all India service. ഈ IAS, IPS, IFS പോലെ വേറെ എന്തെങ്കിലും ഒരു പുതിയ സർവീസ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ പാസ്സാക്കുന്ന റെസൊല്യൂഷന് ഷുഡ് ഹാവ് ദിസ് സ്പെഷ്യൽ മെജോറിറ്റി ഫ്ലേവർ 1 resolution. Okay, so that is special majority flavor 1, article 312, more than 2/3 present and voting. Now we go to the second special majority, that is flavor 2. Flavor 2 വരുന്നത് ആർട്ടിക്കിൾ 368 ഓക്കെ. ആർട്ടിക്കിൾ 368 അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ആ സാധനങ്ങൾ എനിവേസ് പഠിക്കും. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ആർട്ടിക്കിൾ ഫ്ലേവർ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2/3 മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ ഫ്ലേവർ 1 സ്പെഷ്യൽ മെജോറിറ്റി, അതിൻ്റെ കൂടെ എന്തോ ഉണ്ടായിരിക്കണം? അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരിക്കണം. What is absolute majority? More than 50% of the strength of the house. So absolute majority നമ്മൾ 543 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരുന്നു? 272 എന്നാണ് പറഞ്ഞത്. സോ അറ്റ്ലീസ്റ്റ് 272 എങ്കിലും ഉണ്ടായിരിക്കണം. കാരണം ഞാനിതിന് ഡിഫറൻസ് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പം 543 പേര് ചെയ്തു എന്ന് നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഒരു 400 പേരെ വോട്ട് ചെയ്തുള്ളൂ. ബാക്കി എല്ലാവരും പറഞ്ഞു വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 400ൻ്റെ 2/3 എത്രയാണ്? 0.66 × 400 ചെയ്ത് കഴിയുമ്പോഴത്തേനും അറൗണ്ട് 264 കിട്ടി.
അപ്പോൾ ഈ 264 എന്ന് പറഞ്ഞാൽ എന്ത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു? ഫ്ലേവർ 1 ആയി കഴിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ 2/3 ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിൻ്റെ ആദ്യം കഴിഞ്ഞു. പക്ഷേ എന്തായിട്ടില്ല? 272 ആയിട്ടില്ല. സോ ഇങ്ങനൊരു കേസ് വന്നാൽ ദിസ് വിൽ നോട്ട് പാസ്. ഇറ്റ് ഷുഡ് ഹാവ് മിനിമം 272. സോ അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ 2/3 പ്രസന്റ് ആൻഡ് വോട്ടിങ്ങും ഇതിനു വേണ്ടി വോട്ട് ചെയ്യണം. സോ അറ്റ്ലീസ്റ്റ് 272 എങ്കിലും കിട്ടിയാലേ ഉള്ളൂ ഈ ഒരു സെനാരിയോയിൽ ഇത് വർക്കൗട്ട് ആവത്തുള്ളൂ. മനസ്സിലായോ? സോ ദിസ് നമ്പർ വിൽ വേരി. 2/3 പ്രസന്റ് ആൻഡ് വോട്ടിംഗ് വിൽ വേരി, ബട്ട് അബ്സല്യൂട്ട് മെജോറിറ്റി വിൽ നോട്ട് വേരി. So understood? So at least absolute majority minimum and 2/3 present and voting should also happen. Okay, so that is flavor 2. Where is it used for? It is used for removal of judges of the Supreme Court and High Court. Supreme Courtile High Courtile judges remove ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർലമെന്റ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ പാസ് ചെയ്യുന്ന റെസൊല്യൂഷന് ഫ്ലേവർ 2ൻ്റെ മെജോറിറ്റി ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ മെജോറിറ്റി ഫ്ലേവർ 2ൻ്റെ മെജോറിറ്റി ഉണ്ടായിരിക്കണം, വിച്ച് ഇസ് 2/3 പ്രസന്റ് ആൻഡ് വോട്ടിംഗ് പ്ലസ് absolute majority. Similarly, Article 368 നമ്മൾ പറഞ്ഞല്ലോ, amendment of the constitution. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷനെ അമെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയുമെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, പാർലമെൻറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സിമിലർലി യു ഹാവ് റിമൂവൽ ഓഫ് CAG, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. സർ, CAG എന്ന് പറഞ്ഞാൽ എന്താണ്? you'll study about CAG and you'll study about CEC, everything. Comptroller and Auditor General ആണ് CAG എന്ന് പറയുന്നത്. CEC എന്ന് പറഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇവരെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നമ്മൾ പഠിക്കും. സോ അവരെയൊക്കെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിലും യു റിക്വയർ ഫ്ലേവർ 2, ദാറ്റ് ഈസ് 2/3 present and voting plus absolute majority. Okay, I hope you understood that. So that is the second type, flavor 2 of special majority. Now we go to flavor 3. സോ ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി ഫ്ലേവർ 2, അതായത് 2/3 പ്രസന്റ് ആൻഡ് വോട്ടിംഗ് പ്ലസ് അബ്സല്യൂട്ട് മെജോറിറ്റി നമ്മൾ അറിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് റാറ്റിഫിക്കേഷൻ ബൈ മോർ ദാൻ 50% ഓഫ് ദ സ്റ്റേറ്റ്സ്. സോ റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ഫ്ലേവർ 3യുടെ ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്ലേവർ 2ൻ്റെ മെജോറിറ്റി നമുക്ക് എവിടെ കിട്ടി? പാർലമെൻറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ ഇന്ത്യയിൽ അത് സെൻറ്റർ മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ്സ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. ഈ സ്റ്റേറ്റ്സിൻ്റെ എല്ലാത്തിനും അസംബ്ലീസ് ഉണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 28 സ്റ്റേറ്റ്സ് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അറ്റ്ലീസ്റ്റ് 14 സ്റ്റേറ്റ്സിൻ്റെ എങ്കിലും അസംബ്ലി ഇതിനെ സിമ്പിൾ മെജോറിറ്റി വഴി റാറ്റിഫൈ ചെയ്യണം. മനസ്സിലായല്ലോ? സിമ്പിൾ മെജോറിറ്റി വഴി അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ സ്റ്റേറ്റ്സിൻ്റെ അസംബ്ലീസും കൂടെ ഈ ബില്ലിനെ റാറ്റിഫൈ ചെയ്താൽ മാത്രമേ എന്താവത്തുള്ളൂ? ഫ്ലേവർ 3 പാസ് ആവത്തുള്ളൂ. അപ്പം സെൻറ്ററിന് ഒരു ഒറ്റയ്ക്ക് ഫ്ലേവർ 3 വേണ്ട ഒരു ബില്ലിനെ പാസ്സാക്കാൻ പറ്റില്ല. അത് സെൻറ്റർ പാസ്സാക്കിയതിന് ശേഷം ഓരോ സ്റ്റേറ്റ്സിനും അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കുന്ന എല്ലാ സ്റ്റേറ്റ്സിൻ്റെ അകത്തുനിന്നും അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ സ്റ്റേറ്റ്സ് എങ്കിലും ഇതിന് ഓക്കെ, വി ആർ റെഡി ഫോർ ദിസ് ലോ എന്ന് റാറ്റിഫൈ ചെയ്യുക. ആ റാറ്റിഫിക്കേഷന് സിമ്പിൾ മെജോറിറ്റി മതി. റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പർട്ടിക്കുലർ ഫ്ലേവർ 3 bill can be passed. Okay, so flavor 3 is special majority flavor 2 plus ratification by more than 50 states. So ഇതിൻ്റെ യൂസേജ് എന്താണ്? Those bills affecting the federal character between the center and the state. ഫെഡറൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ you have the central government, you have the state government. അവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള പവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? സോ അതിനെ അഫക്റ്റ് ചെയ്യുന്ന, അതിനെ ഏതെങ്കിലും ഭംഗം വരുത്താൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു ബില്ലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നാച്ചുറലി സ്റ്റേറ്റ്സിൻ്റെ പവറിനെ സെൻറ്റർ എടുത്ത് കളയാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി സ്റ്റേറ്റ്സിൻ്റെ അനുവാദം കൂടാതെ പറ്റത്തില്ല എന്നുള്ളൊരു കോമൺ സെൻസ് ആണല്ലോ. സോ ഇൻ ദാറ്റ് ആസ്പെക്ട് വി ക്യാൻ ടേക്ക് ദിസ്. അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ മോർ ദാൻ 50% ഓഫ് ദ സ്റ്റേറ്റ്സും അതിനെ പാസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് സ്പെഷ്യൽ മെജോറിറ്റി ഫ്ലേവർ 3. ആൻഡ് ഫൈനലി വി ഹാവ് സംതിങ് കോൾഡ് ആസ് സ്പെഷ്യൽ മെജോറിറ്റി ഫ്ലേവർ 4. And it is used for Article 61. Article 61 എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, impeachment of the president. പ്രസിഡൻറ്റിനെ റിമൂവ്. സി, പ്രസിഡൻറ്റ് ഇസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ ആ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്ത് ഹീ ഈസ് ആക്ച്വലി ഇൻഡയറക്ട്ലി എലക്റ്റഡ് ബൈ ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള ആൾക്കാർ എലക്ട് ചെയ്ത് വിട്ട MP-മാരും MLA-മാരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുന്നത് അല്ലേ? സോ ആ പ്രസിഡൻറ്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ബിഗ് പ്രൊസീജിയർ. ചുമ്മാ അത് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് വൈ ഫ്ലേവർ 4 majority is the toughest majority. അവിടെ വേണ്ടത് 2/3 of the total strength of the house. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു 543 ആണ് നമ്മുടെ നമ്മുടെ ലോക്സഭയുടെ സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ 543യുടെ 2/3 ഓൾമോസ്റ്റ് 359 വോട്ട്സോളം എന്ത് വേണം ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലേവർ 4ലുള്ള ഒരു റെസൊല്യൂഷൻ പാസ് ആവത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ വി സേ സ്പെഷ്യൽ മെജോറിറ്റി ഫ്ലേവർ 4 ഇസ് ദ toughest majority to actually get. Okay, so that was all about majorities. ഒന്നും കൂടെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ വാസ് absolute majority. സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ് എത്രയാണോ അതിൻ്റെ 50%.
വേക്കൻസീസ് ഒന്നും നോക്കത്തില്ല. വാട്ട് എവർ ദ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ് അതിന് 50% ആണ് അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് മോർ ദാൻ 50% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡും ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി വോട്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രം നോക്കും, അതിൻ്റെ 50%. എഫക്റ്റീവ് മെജോറിറ്റി വേക്കൻസീസിനെ കൺസിഡർ ചെയ്യും, എഫക്റ്റീവ് സ്ട്രെങ്തിനെ കൺസിഡർ ചെയ്യും. അതായത് ടോട്ടൽ സീറ്റ്സ് മൈനസ് വേക്കൻസീസ് കിട്ടുമ്പോൾ എഫക്റ്റീവ് സ്ട്രെങ്ത് കിട്ടും, അതിൻ്റെ 50% കിട്ടണം. അതിനകത്ത് ആൾക്കാർ വോട്ട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല, അവരെ വോട്ട് ചെയ്യുന്നതായിട്ട് തന്നെ നമ്മൾ കൂട്ടും. അത് വെച്ചിട്ട് അതിൻ്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഫൈനലി യു ഹാവ് സ്പെഷ്യൽ മെജോറിറ്റി 4 ഫ്ലേവേഴ്സ്. ഫ്ലേവർ 1 ഓൾ ഇന്ത്യ സർവീസ് ആർട്ടിക്കിൾ 312 ചെയ്യാൻ വേണ്ടിയുള്ളത് യു ഹാഡ് 2/3 പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. 2/3 ഓഫ് ദി ടോട്ടൽ പ്രസൻറ്റ്, 50% അല്ല 2/3, 0.66 അല്ലെങ്കിൽ 66% ഓഫ് ദി പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. ഫ്ലേവർ 2 ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഫ്ലേവർ 1ൻ്റെ കൂടെ അബ്സല്യൂട്ട് മെജോറിറ്റിയും കൂടെ വേണം. ഫ്ലേവർ 3 ആണെന്നുണ്ടെങ്കിൽ ഫ്ലേവർ 2ൻ്റെ കൂടെ ratification by more than 50% of the states വേണം. And finally flavor 4, which is the toughest majority for article 61 used for impeachment of the president, that is 2/3 of the total strength of the house, which is the toughest majority to obtain. So this is all about the different types of majority. So നമ്മളിത് പഠിച്ചത് ബേസിക് ആയിട്ട്, കാരണം നമ്മൾ ഇനിയും ഈ ഓരോ ആർട്ടിക്കിൾസ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഇന്ന മെജോറിറ്റി വേണം ഇന്ന മെജോറിറ്റി വേണം എന്ന് പറയുമ്പോൾ യു ഷുഡ് ഹാവ് ആൻ ഐഡിയ, ഓക്കെ ഇത്ര മെജോറിറ്റി ഉണ്ടെങ്കിൽ ഈ കാര്യം നടക്കത്തുള്ളൂ എന്ന് ഓരോ ലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഐഡിയ വേണം. അതുകൊണ്ടാണ് നമ്മൾ ടൈപ്സ് ഓഫ് മെജോറിറ്റീസിനെ കുറച്ചും കൂടെ നേരത്തെ ആക്ച്വലി പഠിച്ചത്. സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേയ്സ് ക്ലാസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.